വിമോചന സമരം കൊടുമ്പിരി കൊള്ളുന്ന സമയം അന്നത്തെ മുഖ്യമന്ത്രി EMS എറണാകുളം ഗസ്റ്റ് ഹൗസിലെത്തി. അദ്ദേഹത്തിന്റെ ആവശ്യം ഇതായിരുന്നു: വിമോചന സമരത്തിനെതിരെ ഒരു നാടകം വേണം. അക്കാലത്ത് പ്രശസ്തനായ ഒരു നാടകകൃത്തിനെ തേടിയായിരുന്നു EMSന്റെ വരവ്. എഴുത്തുകാരനെ അന്വേഷിച്ച് പല വഴിക്കും ആള് പോയി. ഒടുവിൽ ആളെ EMSന്റെ മുന്നിലെത്തിച്ചു. എപ്പോഴത്തേക്ക് നാടകം എഴുതി പൂർത്തിയാക്കാനാവുമെന്നായി EMS. നാളെ രാവിലെ തന്നെ നാടകം എഴുതി തരാമെന്ന മറുപടി EMS അന്നത്ര മുഖവിലേക്ക് എടുത്തു കാണില്ല. പക്ഷെ സംഭവിച്ചത് നേരെ മറിച്ചാണ്. നാടകം കേട്ടെഴുതാൻ 2 പേരെ വേണമെന്ന് ആവശ്യപ്പെട്ട എഴുത്തുകാരൻ അതേ ഗസ്റ്റ് ഹൗസിൽ 2 മുറികൾ എടുത്തു. നാടകത്തിന്റെ 1ഉം 2ഉം രംഗങ്ങൾ ഓരോരുത്തർക്കായി പറഞ്ഞു കൊടുത്തു തുടങ്ങി. നേരം പുലർന്നപ്പോഴേക്കും വിമോചനം എന്ന് പേരിട്ട ആ നാടകം പൂർത്തിയായി കഴിഞ്ഞിരുന്നു. നാടകം ജീവവായുവായിരുന്ന ആ നാടകക്കാരനെ നമുക്ക് PJ ആന്റണി എന്ന് വിളിക്കാം. നാടകത്തിലും ജീവിതത്തിലും നിഷേധിയും കലാപകാരിയുമായിരുന്നയാൾ. ബ്രിട്ടനെതിരെ കലാപക്കൊടി ഉയർത്തിയതിന് ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ട നാവികസേന ഉദ്യോഗസ്ഥൻ. നാടകത്തിലെ സാമ്പ്രദായിക രീതികളെ അടിമുടി ഉടച്ചു വാർത്ത PJ ആന്റണി അഭ്രപാളിയിലും സ്വന്തം കയ്യൊപ്പ് പതിച്ചു. ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതി അങ്ങനെ അതർഹിക്കുന്നയാളുടെ കൈകളിലേക്ക് തന്നെ എത്തി. നാടകത്തിലും സിനിമയിലും നടനായും സംവിധായകനായും എഴുത്തുകാരനായും വ്യക്തിമുദ്ര പതിപ്പിച്ച ബഹുമുഖ പ്രതിഭയുടെ ജീവചരിത്രം. പ്രതിഷേധം തന്നെ ജീവിതം. വെടിമരുന്ന് പോലെ പൊട്ടിത്തെറിക്കുന്ന ഭയപ്പെടേണ്ടുന്ന ഒരു മനുഷ്യനെന്ന് MN വിജയൻ മാഷ് വിശേഷിപ്പിച്ച PJ ആന്റണിയുടെ ജീവചരിത്രം എഴുതിയിരിക്കുന്നത് ജോൺ പോൾ ആണ്.